ഈ റൂമിലേക്ക് വന്നപ്പോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചേ? ഈ റൂമില് സ്റ്റിക്കർ പിന്നെ ഈ റൂമിൽ എത്ര ആളുണ്ടെന്നുള്ള ഞാൻ ഫസ്റ്റ് വന്നത് ബെഡ് ഇരിക്കുമ്പോഴേ സാധനങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ സെർച്ച് ചെയ്ത് ശ്രദ്ധിച്ചു. ഇവിടെ നോക്കാം, നഖം കടിക്കുന്ന ശീലം, നഖം കടി മാറ്റുന്നത് എങ്ങനെ, നഖം കടിക്കുന്ന ശീലം മാറാന്നുള്ളത്. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി, ഈ ഇവിടെ ഒരാളുണ്ട്, ആ നഖം കടിക്കുന്ന ആള്. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തില് വർഷങ്ങളോളം. നമ്മള് സ്കൂൾ പഠിപ്പ് കഴിഞ്ഞ്, നമ്മള് കോളേജ് കഴിഞ്ഞ്, ഗൾഫിൽ വന്ന് വിവാഹം കഴിഞ്ഞ്, എന്നിട്ട് ഇത് നിർത്താൻ പറ്റണില്ല. ഇല്ല, നിർത്തി. അതെ, ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കും. ഞാനത് ഇത് ആരെങ്കിലും ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നഖംകടി മൂലം വളരെ ബാഡ് ഹാബിറ്റ് നമ്മൾ ആളുകൾക്ക് മുമ്പിൽ ഒന്ന് കൈ പുറത്തിടാൻ, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സ്മോക്ക് ചെയ്യുന്നത്, സിഗ്നേച്ചർ ചെയ്യാൻ, ഒരാൾക്കൊരു കപ്പ് വെള്ളം കൊടുക്കുമ്പോഴൊക്കെ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും, ഒരു പോസിറ്റീവ് കോൺഫിഡന്റ് ആയി. ഇതൊരു രോഗമുണ്ട്. ആ രോഗാവസ്ഥ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ഇത്. പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല ഇതിന്. മെഡിസിൻ നഖം കടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്, വായിക്ക് വരലൊക്കാതിരിക്കുക. ഇത് കാണുമ്പോ നമുക്കൊരു ഇതുണ്ട്, നമുക്കൊരു ഇറിറ്റേഷൻ ആളുകൾ ഇങ്ങനെ കടിച്ചു കണ്ടിരിക്കുമ്പോഴേ നമ്മള് മതിമറന്ന് കടിക്കും. ആളുകളൊക്കെ നമ്മളെ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ സുഹൃത്തിന് വേണ്ടത് എനിക്ക് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നിർത്താൻ പറ്റും. ഒരുപാട് ചെറിയ കുട്ടികൾക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഞാനിത് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. ആള് വന്ന്, ആ കടിക്കുന്ന ആള് വന്ന്